ഞാനങ്ങ് മറന്നു. കാരണം സി3 സെക്യൂർ എക്സലിന്റെ ഡീപ് ലോക്ക് ടെക്നോളജി വെറും 12 മണിക്കൂർ വരെ പ്രൊട്ടക്ഷൻ. സി3 സെക്യൂർ എക്സൽ ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം. दूध में होगी नहीं होगी ഈസിയാണ്. സർഫ് എക്സൽ ഈസി വാഷ്. ഇതിന്റെ 10 കൈകളുടെ ശക്തി ഇത്തരം കറുത്ത കറകൾ വെക്കുന്നത് ഈസിയാക്കി. സർഫ് എക്സൽ ഈസി വാഷ്. നിങ്ങൾക്ക് ബാം പുരട്ടുന്നത് നോർമൽ ആണെങ്കിൽ നിങ്ങളുടെ എല്ലുകളുടെ ബലം നോർമൽ അല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ബാം പുരട്ടിയാൽ ഉള്ളിലുള്ള എല്ലുകളുടെ ബലം എങ്ങനെയായിരിക്കും? അതുകൊണ്ട് പുതിയ ഹോർലിക്സ് വിമൻസ് പ്ലസ്. ഇത് കാൽഷ്യം, വിറ്റമിൻ ഡി എന്നിവയുടെ 100% ദൈനംദിന ആവശ്യകത നിറവേറ്റുകയും എല്ലുകളുടെ ബലം മെച്ചപ്പെടുത്തുന്നു 6 മാസത്തിനുള്ളിൽ. ടോയ്ലറ്റിലെ ദുർഗന്ധം അസഹനീയമാണോ? ഡോമെക്സ് വാങ്ങൂ. ഇതിലുണ്ട് ഓരോ ഡോക് ടെക്നോളജി. ഇത് 3 ദിവസം വരെ ദുർഗന്ധം തിരികെ വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. ഡോമെക്സ് 3 ദിവസം വരെ ദുർഗന്ധം ബ്ലോക്ക് ചെയ്യുന്നു. എന്താ മിസ്റ്റർ കുമാർ, ഷുഗർ കൺട്രോളിലാണോ? യെസ് ഡോക്ടർ. ക്ഷീണമുണ്ടോ? കൂടെ കൂടെ വിശപ്പ് തോന്നാറുണ്ടോ? ഇപ്പൊ തോന്നാറില്ല. അപ്പൊ വെയിറ്റോ? അതും നോർമലാ ഡോക്ടർ. ഗുഡ് ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. എന്നെപ്പോലെ വിശ്വസിക്കും ക്ലിനിക്കലി പ്രൂവൻ എൻഷുർ ഡയബറ്റീസ് കെയർ മാത്രം. ഇതിന്റെ ട്രിപ്പിൾ കെയർ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ ഹൈ ഫൈബർ, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, പിന്നെ 36 ന്യൂട്രിയൻസ്. ഇത് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു 4 ആഴ്ചയിൽ. ഡോക്ടർ ഫീസ് എൻഷുർ ഡയബറ്റീസ് കെയർ. അല്ല, അവൻ തന്റെ സ്വാതന്ത്ര്യത്തിനും ആഘോഷിക്കുക. പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് അമ്മയുടെ ജോലി മാത്രമാണല്ലോ. ചിന്തയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സ്വതന്ത്രനാകും. 3 നാരങ്ങകളുടെ ശക്തിയുള്ളവരും ഏറ്റവും ബുദ്ധിമുട്ടുള്ള അഴുക്കുകളും വൃത്തിയാക്കുന്നു. അപ്പോൾ സ്വന്തം മാത്രം സ്വയം വൃത്തിയാകും. പെൺകുട്ടിയാ സൂക്ഷിച്ച്. ഗെയിമിൽ ആൺകുട്ടി പെൺകുട്ടി എന്നില്ല, സ്റ്റാമിനയാണ് ഗെയിം. വായ കൊണ്ടല്ല, ബാറ്റ് കൊണ്ട് ഉത്തരം കൊടുക്കണം. You are in the lead. Most is the secret of our energy. Powered by Amritsar Swimming 3PC Syrup. വിശ്വസിക്കാം ഈസിയായി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിവർത്തിയില്ലാഞ്ഞിട്ടാ. എനിക്കറിയാം മക്കളെ, അമ്മ കാരണം നിങ്ങൾക്ക് ഒരു മനപ്രയാസവും മാനക്കേടും ഉണ്ടാവില്ല. ഒരു അത്യാവശ്യക്കാരി നേരിട്ട് പറയാനാ നിങ്ങൾ ഞാൻ വരാൻ പറഞ്ഞത്. ഇവിടുന്ന് വെളി വന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നെ ശരിക്കും മനസ്സിലാക്കിയ 2 പേര് ഈ ക്ഷേത്രത്തിലുണ്ട്. ഒന്ന് അയ്യപ്പ സ്വാമിയും പിന്നെ ഈ തിരുമേനിയും. മക്കൾക്ക് വേണ്ടിയോ നാളത്തേക്ക് വേണ്ടിയോ ഞാൻ ഒന്നും നീക്കി വച്ചിട്ടില്ല. അതിനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഉത്സവം നടത്താൻ ആഗ്രഹിച്ചത് എന്റെ അഹങ്കാരമാണെന്ന് നാട്ടുകാർ പറയുമായിരിക്കും. പക്ഷേ എന്നെ ശരിക്കും അറിയാവുന്ന ഭഗവാനും തിരുമേനിയും അങ്ങനെ പറയില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കറിയാം ദേവകിയമ്മേ, തൊഴാൻ വരുന്നവര് നടയിൽ വെക്കുന്നത് വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പൂക്കളാണ്. ദേവകിയമ്മ സമർപ്പിക്കാറുള്ളത് ദേവകിയമ്മയുടെ മനസ്സ് തന്നെയാണ്. തൃപ്പാദങ്ങളിൽ സ്വയം സമർപ്പിക്കുന്നത് ഭക്തിയുടെ അങ്ങേയറ്റമാണ്. അക്കാര്യത്തിൽ ദേവകിയമ്മയും ഈ കുട്ടിയും ഒരുപോലെയാണ്.